ഈ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് KPMSന്റെ ജനറൽ സെക്രട്ടറിയാണ്. ഒരുപക്ഷെ കേരളം ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്, നാളെ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നതുമായ ഒരു പേരായിരിക്കും ശ്രീ കുണ്ടല ശ്രീകുമാർ. അതിൻ്റെ ഒരു തുടക്കം ഈ നഗരത്തിൽ തുടങ്ങിക്കഴിഞ്ഞു. ഇത് കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭരണരംഗത്ത് ഈ സമരം ഒരു ചർച്ചയായി മാറുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുക. നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ദളിതാദിവാസി സംയുക്ത സമിതി നടത്തുന്ന കേരളം കാതോർക്കുന്ന പട്ടിക വിഭാഗങ്ങളുടെ നീതിക്ക് വേണ്ടിയുള്ള ഈ പോരാട്ടം ചരിത്രത്തിൻ്റെ ഏടുകളിൽ രേഖപ്പെടുത്തുന്ന ഈ പ്രതിഷേധ സാഗരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുവാൻ നിരവധി എതിർപ്പുകളെ അതിജീവിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് ചില വ്യക്തിത്വങ്ങൾ ആക്ഷേപങ്ങൾ കോരിച്ചെറിഞ്ഞുകൊണ്ട്, അവർക്കറിയാം ഈ മൂവ്മെന്റിനെ ഭയപ്പെടുന്ന ചില ആളുകൾ ഇതിൻ്റെ ജനറൽ കൺവീനറെ പേരെടുത്ത് പറയാതെ തന്നെ വിമർശിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യം ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. അതിനെയാണ് നമ്മൾ അതിജീവിക്കാൻ പോകുന്നത്. കേരളത്തിലെ ഭൂരിപക്ഷം ആളുകൾ, ഈ വിഭാഗങ്ങൾ മുഴുവൻ ഒറ്റക്കെട്ടായി അങ്ങയോടൊപ്പം ഉണ്ടാകും. ഉജ്ജ്വലമായ നേതൃത്വത്തിലൂടെ നമുക്ക് വഴികാട്ടിയായി നമ്മുടെ മുൻപിൽ നിൽക്കുന്ന മഹാത്മാ അയ്യൻകാളിയുടെ വിപ്ലവ പാരമ്പര്യത്തിൻ്റെ മറ്റൊരുടമയായ ശ്രീ പുനരുകുമാർ സാറോടുണ്ട്. അദ്ദേഹത്തെ വളരെ ആദരപൂർവ്വം ചരിത്ര സംഗമം പ്രതിഷേധ സ്വാഗതം ഉദ്ഘാടനം ചെയ്യുവാൻ വേണ്ടി ക്ഷണിച്ചുകൊള്ളുന്നു. ഈ സമര പരിപാടിയുടെ നടപടിക്രമങ്ങൾ നിയന്ത്രിക്കുന്ന നമ്മുടെ സമിതിയുടെ ചെയർമാൻ ബഹുമാനായ ശ്രീ KK സുരേഷ് അവர்கள், വേദിയിലുള്ള വിവിധ സംഘടനകളുടെ സഹോദര സംഘടനകളുടെ സമുന്നതരായ നേതാക്കന്മാർ, ഈ സമരപരിപാടിയിൽ അണിനിരന്നിട്ടുള്ള വിവിധ സംഘടനകളെ പ്രതിനിധീകരിച്ചെത്തിയിട്ടുള്ള സഹോദരങ്ങൾ, നമ്മുടെ സമരം റിപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള മാധ്യമ സുഹൃത്തുക്കൾ, സഹോദരങ്ങളെ, ഇന്ന് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ലോക മനുഷ്യാവകാശ ദിനത്തിൽ കേരളത്തിലെ പട്ടിക വിഭാഗങ്ങളുടെ ഇടയിൽ പ്രധാനപ്പെട്ട 30ഓളം വരുന്ന സംഘടനകളുടെ നേതൃത്വത്തിലാണ് രാജ്ഭവന് മുമ്പിൽ ഇങ്ങനെയൊരു സമരം നമ്മൾ ഉദ്ഘാടനം ചെയ്യുന്നത്. ഇതേസമയം തന്നെ കേരളത്തിൻ്റെ ഭരണസ്ഥിരാകേന്ദ്രമായിട്ടുള്ള സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആയിരക്കണക്കായ നമ്മുടെ ആളുകളുടെ ഒരു വലിയ കൂട്ടം സെക്രട്ടേറിയറ്റിന് മുന്നിലുണ്ട്. ഈ രണ്ട് സമരങ്ങളെയും ബന്ധിപ്പിക്കുന്ന തരത്തിൽ ഏതാണ്ട് 3 കിലോമീറ്റർ ദൈർഘ്യത്തിൽ നമ്മുടെ സഹോദരങ്ങൾ ഈ രാജവീതികളിൽ മുദ്രാവാക്യങ്ങൾ മുഴക്കി ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ സാഹചര്യങ്ങളിൽ ആശങ്ക രേഖപ്പെടുത്തി വിവിധങ്ങളായിട്ടുള്ള കൊച്ചു കൊച്ചു യോഗങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചോദിച്ചൊരു ചോദ്യം, ഈ സാഗരം പ്രക്ഷുബ്ധമാണോ പ്രശാന്തമാണോ എന്നാണ് ചോദിച്ചത്. ഈ സാഗരത്തിന് പ്രശാന്തമാകാൻ കഴിയില്ല. കാരണം നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നം അങ്ങനെയുള്ള ഒന്നാണ്. അതുകൊണ്ട് പ്രക്ഷുബ്ധമാണ് നാം ഇപ്പോൾ സൃഷ്ടിച്ചിട്ടുള്ള ഈ ജനസാഗരം. അതുകൊണ്ടാണ് ഇവിടുത്തെ മുദ്രാവാക്യങ്ങളിലൂടെ ഉയർന്ന ആശങ്കയും അഭിപ്രായങ്ങളും എല്ലാം നിങ്ങൾ കേട്ടത്. ഇത് തന്നെയാണ് സെക്രട്ടേറിയറ്റ് വരെയും ആയിരക്കണക്കായ നമ്മുടെ സഹോദരങ്ങൾ മുദ്രാവാക്യങ്ങൾ വിളിച്ച് കൊച്ചു കൊച്ചു യോഗങ്ങൾ നടത്തി ഈ ആശങ്കയും പ്രതിഷേധവും അവർ രേഖപ്പെടുത്തുകയാണ്. ഞങ്ങളിനി തിരിച്ച് ഈ വീതിയിലുള്ള നമ്മുടെ സമരത്തിലാണ് നിൽക്കുന്ന എല്ലാ സഹോദരങ്ങളെയും കണ്ട് അവരെ അഭിവാദ്യം ചെയ്ത് സെക്രട്ടേറിയറ്റിലെത്തി
സെക്രട്ടേറിയറ്റിന് മുൻപിൽ സംഘടിപ്പിച്ചിട്ടുള്ള യോഗത്തിൽ കൂടി അവരെ ഒന്ന് അഭിവാദ്യം ചെയ്തിട്ട് വേണം നമുക്ക് ഈ സമര പരിപാടി അവസാനിപ്പിക്കാൻ. അതുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം വളരെ പെട്ടെന്ന് അവസാനിപ്പിക്കും. ഇവിടെ നമ്മുടെ സ്വാഗതം പറഞ്ഞ ഡോക്ടർ പ്രശാന്തും അതുപോലെ തന്നെ ശ്രീ കെ കെ സുരേഷും എല്ലാം ഹ്രസ്വമായ വാക്കുകളിൽ ഈ പ്രശ്നത്തിൻ്റെ ഗൗരവം സൂചിപ്പിച്ചു. കേരളത്തിൻ്റെ സമര ചരിത്രത്തിൽ ഒരുപക്ഷെ തലസ്ഥാനത്ത് കണ്ടിട്ടുള്ള സമരങ്ങളിൽ വ്യത്യസ്തമായൊരു സമരമാണ് ഈ സമരം. ഒന്നുകിൽ ഒരു സെക്രട്ടേറിയറ്റ് മാർച്ച് അല്ലെങ്കിൽ ഒരു രാജ്ഭവൻ മാർച്ച്, അങ്ങനെയാണ് സംഘടിപ്പിക്കുന്നത്. പക്ഷെ ഒരേ സമയം രണ്ട് അധികാര കേന്ദ്രങ്ങൾക്ക് മുൻപിലേക്ക് ആയിരക്കണക്കായ മനുഷ്യരെത്തിച്ചേർന്ന് അവരുടെ ആശങ്കകൾ പ്രകടിപ്പിക്കുകയാണ്. അതിന് കാരണം ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ സവിശേഷമായ സാഹചര്യത്തിൽ അതിനാധാരമായിട്ടുള്ള ഓഗസ്റ്റ് 1 സുപ്രീം കോടതിയുടെ വിധി പ്രസ്താവത്തിൽ തീരുമാനമെടുക്കേണ്ടുന്നത് രണ്ട് ഏജൻസികളുമാണ്. ഒന്ന് കേന്ദ്ര ഗവൺമെൻറ്റാണ്. ആ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കേരളത്തിലെ പ്രതിനിധി എന്ന നിലയിലാണ് കേരളത്തിലെ ഗവർണറുടെ വസതിയായിട്ടുള്ള ഈ രാജ്ഭവന് മുൻപിലേക്ക് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത്. ഓഗസ്റ്റ് 1 സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ കോടതി മേൽത്തട്ട് പരിധി ഏർപ്പെടുത്തുന്നതിനും ഉപവർഗീകരണത്തിനും ചുമതലപ്പെടുത്തിയിരിക്കുന്നത് സംസ്ഥാനങ്ങളെയാണ്, സംസ്ഥാന ഗവൺമെൻറ്റിനെയാണ്. അക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടുന്ന സംസ്ഥാന ഗവൺമെൻറ്റിന് മുൻപാകെ നമ്മുടെ ഈ ആശങ്കകളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അധികാര കേന്ദ്രമായിട്ടുള്ള സെക്രട്ടേറിയറ്റിന് മുൻപിലേക്ക് നമ്മൾ എത്തുന്നത്. അതുകൊണ്ടാണ് ഒരേ സമയം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് വേണ്ടി ഇങ്ങനെയൊരു സവിശേഷമായ സമരം സംഘടിപ്പിച്ചിട്ടുള്ളത്. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് ഒരു ചരിത്രമാണ്. തലസ്ഥാനത്തിന് പ്രത്യേകിച്ച് ഇങ്ങനെയൊരു സമരം ഒരേ സമയം നടന്നിട്ടില്ല. ആ ചരിത്രം രചിക്കുന്നത് കേരളത്തിലെ പട്ടിക വിഭാഗങ്ങളാണ്. നമ്മൾ ആഗ്രഹിച്ചിട്ടില്ല, അനിവാര്യമായി തീരുകയാണ് ഈ പ്രക്ഷോഭം. പട്ടിക വിഭാഗങ്ങളെ സംബന്ധിച്ച് ഇവിടെ നമ്മുടെ ചെയർമാൻ അദ്ദേഹം പറഞ്ഞു ചില പ്രതിസന്ധികളുണ്ട്, ചില പ്രതിരോധങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സിലൊരു ആശയക്കുഴപ്പം കാണും. ഓഗസ്റ്റ് 1 വിധി പ്രസ്താവം വരുമ്പോൾ കേരളത്തിൽ വേറിട്ടൊരു അഭിപ്രായം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ നിർഭാഗ്യം എന്ന് പറയട്ടെ, കേരളത്തിൽ വിവിധങ്ങളായിട്ടുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള അഭിപ്രായങ്ങൾ ഈ വിധി പ്രസ്താവത്തിൽ ഉയർന്നു വരികയാണ്. നമുക്ക് കേരളത്തിലെ പട്ടികജാതി ലിസ്റ്റിൽ 54 സമുദായങ്ങളാണുള്ളത്. കേരളത്തിലെ പട്ടികവർഗ ലിസ്റ്റിൽ 37 സമുദായങ്ങളാണുള്ളത്. നാളിതുവരെയുള്ള ചരിത്രം പരിശോധിച്ചാൽ കേരളത്തിലെ പട്ടിക വിഭാഗങ്ങൾ സഹകരിച്ച് സഹവർത്തിത്വത്തോടു കൂടി ജീവിക്കുന്ന ഒരു നല്ല ആരോഗ്യകരമായിട്ടുള്ള അന്തരീക്ഷമാണ് കേരളത്തിലുള്ളത്. എന്നാൽ സമീപകാലത്തായി നമ്മുടെ രാജ്യത്തെ ചില സംസ്ഥാനങ്ങൾ, മണിപ്പൂര് തന്നെ നമ്മൾ പരിശോധിച്ചാൽ മെയ്തൈകൾ എന്ന് പറയുന്ന മണിപ്പൂരിലെ ഒരു സമ്പന്ന വിഭാഗത്തിന് അവർ രാഷ്ട്രീയമായി, സാമൂഹികമായി, സാമ്പത്തികമായി നല്ല നില കൈവരിച്ചവരാണ്. അവർക്ക് പട്ടികവർഗ പദവി കൊടുക്കാൻ ആ സംസ്ഥാനത്തിന്റെ പരമോന്നത കോടതി നിർദ്ദേശിക്കുകയും ഗവൺമെന്റ് അതിന് സന്നദ്ധമാവുകയും ചെയ്തപ്പോഴാണ് മണിപ്പൂരിൽ കലാപം ഉണ്ടായത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, മണിപ്പൂർ കലാപം തുടങ്ങിയിട്ട് എത്ര നാളുകളായി? അജ്ഞാത മൃതശരീരങ്ങൾ മണിപ്പൂരിലെ നദികളിലൂടെ ഒഴുകി നടക്കുന്നു. അധികാര സ്ഥാനത്തിരിക്കുന്ന ആളുകളുടെ വസതികൾ ആക്രമിക്കപ്പെടുന്നു. സാമാന്യ ജനങ്ങൾക്ക്, സ്ത്രീകൾക്ക് അവരുടെ മാനം നഷ്ടപ്പെടുന്നു, കുഞ്ഞുങ്ങൾക്ക് ജീവൻ നഷ്ടപ്പെടുന്നു. നമ്മുടെ രാജ്യത്തെ ഒരു ചെറിയ സംസ്ഥാനം സംവരണത്തിന്റെ പേരിൽ കലുഷിതമാകാൻ തുടങ്ങിയിട്ട്, കത്താൻ തുടങ്ങിയിട്ട് മാസങ്ങളായിരിക്കുന്നു. കോടതി ഇടപെട്ടു.
ഇപ്പോൾ സ്ഥിതിഗതികൾ രൂക്ഷമായപ്പോൾ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി അദ്ദേഹത്തിന്റെ യാത്ര വെട്ടിച്ചുരുക്കി രാജ്യ തലസ്ഥാനത്തേക്ക് തിരിച്ചെത്തി ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം വിളിക്കുന്നു. കോടതി പറയുന്നു പ്രക്ഷോഭം അടിച്ചമർത്താൻ കോടതി നിർദ്ദേശിക്കുന്നു. കലാപത്തിലേർപ്പെട്ടിരിക്കുന്ന ജനവിഭാഗങ്ങളെ അടിച്ചമർത്തുന്നതിന് സായുധ സൈന്യം രംഗത്ത് വരുന്നു. കേരളത്തിന് ഇത് ചിന്തിക്കാൻ പറ്റുമോ? ദൈവത്തിന്റെ സ്വന്തം നാട് എന്നാണ് കേരളത്തെ വിവക്ഷിക്കുന്നത്. എത്ര മനോഹരമായ ഒരു സംസ്ഥാനം! ഈ മണ്ണും മനുഷ്യനും മരിക്കാതിരിക്കാൻ അധ്വാനമെന്ന സർഗശക്തിയെ കാഴ്ചവെക്കുന്ന സംസ്കാര സമ്പന്നമായ ചരിത്രമുള്ള ഒരു ജനത സഹകരിച്ച് സഹവർത്തിത്വത്തോടുകൂടി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജീവിക്കുന്നു ഈ നാട്ടിൽ. ആ സൗഹാർദ്ദപരമായ അന്തരീക്ഷം ഇല്ലാതാകുന്ന നിലയിലേക്ക് കേരളം പോകരുത് എന്നതാണ് ഞങ്ങളുടെ അഭിപ്രായം. അതുകൊണ്ടാണ് ഈ പ്ലാറ്റ്ഫോം പങ്കുവയ്ക്കുന്ന കേരളത്തിലെ ആളും അർത്ഥവുമുള്ള കേരളത്തിലെ പ്രധാനപ്പെട്ട സംഘടനകളെല്ലാം കൂടി ചേർന്നുകൊണ്ട് രക്ഷകർത്തൃ സ്ഥാനത്ത് നിലയുറപ്പിച്ച് കേരളത്തെ കലുഷിതമായ ഒരു അന്തരീക്ഷത്തിലേക്ക് തള്ളിവിടാൻ കഴിയില്ല എന്ന ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടാണ് പതിനായിരക്കണക്കായ മനുഷ്യരെ അണിനിരത്തി അധികാര കേന്ദ്രങ്ങൾക്ക് മുൻപാകെ ഈ അഭിപ്രായം പറയാൻ വേണ്ടി തീരുമാനിച്ചത്. നമ്മൾ ഈ സമരമുഖത്തിറങ്ങുന്നതോടുകൂടി പ്രതിലോമകരമായ അഭിപ്രായങ്ങൾ ഉയർത്തുന്ന ഏജൻസികൾക്ക് കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ സ്ഥാനമില്ലെന്നും അത്തരം വിധ്വംസകമായിട്ടുള്ള അഭിപ്രായങ്ങൾ കേരളത്തിന്റെ മണ്ണിൽ വെച്ചു പൊറുപ്പിക്കില്ല എന്നും പ്രഖ്യാപിക്കുന്നതാണ് ഈ പ്രക്ഷോഭം. ഓഗസ്റ്റ് 1-ാം തീയതി ഉണ്ടായിട്ടുള്ള സുപ്രീം കോടതിയുടെ വിധി പ്രസ്താവം അതിവിടെ സൂചിപ്പിച്ചു. പട്ടികജാതികളെ ഉപജാതികളായി വിഭജിക്കുകയാണ്, സാമ്പത്തിക തട്ടുകൾ ഉണ്ടാക്കുകയാണ്. അങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഐക്യത്തോടു കൂടി ജീവിച്ച ഈ വിഭാഗത്തെ ഭിന്നിപ്പിക്കുകയാണ്. അതിലൂടെ സംഭവിക്കുന്നത് നമ്മുടെ നാട്ടിൽ പട്ടിക വിഭാഗങ്ങൾ നാളിതുവരെ പുലർത്തിയ ഇല്ലാതെയാകുന്നു. ഭരണഘടനാപരമായി നമ്മുടെ സംവരണം പോലെയുള്ള സംരക്ഷണ വ്യവസ്ഥകളെ സംരക്ഷിക്കാനുള്ള ഐക്യത്തോട് കൂടിയിട്ടുള്ള നമ്മുടെ എല്ലാ പരിശ്രമങ്ങളും ഇല്ലാതാകുന്നു. ആ ഒരു സാഹചര്യത്തിന് കേരളം വേദിയാകാൻ പാടില്ല എന്നതാണ് ദളിതാദിവാസി സംയുക്ത സമിതിയുടെ ഖണ്ഡിതമായ അഭിപ്രായം. സുപ്രീം കോടതിയുടെ 7-അംഗ ഭരണഘടനാ ബെഞ്ച് പറഞ്ഞത് 7 ജഡ്ജിമാരും 6 ഉത്തരവുകളാണ് ഉണ്ടായത്. 6 ഉത്തരവുകൾ ഉണ്ടായി, വിയോജന കുറിപ്പുണ്ടായി. അതിൽ ബേലായം ത്രിവേദി എന്ന് പറയുന്ന ഒരു ജഡ്ജിയാണ് പറഞ്ഞത് ഇത് ഭരണഘടനാ വിരുദ്ധമാണ്. ഇവിടെ ശ്രീ പ്രശാന്ത് സൂചിപ്പിച്ചുവല്ലോ, ഭരണഘടനയിലെ ആർട്ടിക്കിൾ 341 അനുസരിച്ചാണ് പട്ടികജാതിക്കാരെ നോട്ടിഫൈ ചെയ്യുന്നത് ഇന്ത്യയുടെ രാഷ്ട്രപതി. ഇന്ത്യയുടെ രാഷ്ട്രപതി അത് വിജ്ഞാപനം ചെയ്ത് പട്ടികജാതി ലിസ്റ്റിൽ ഒരു സമുദായത്തെ പെടുത്തണമെങ്കിൽ ആ സമുദായത്തിന്റെ ഉത്ഭവം, അവരുടെ സംസ്കാരം, കുലത്തൊഴിൽ, ആചാരം തുടങ്ങിയ വസ്തുതകളെല്ലാം പരിശോധിച്ചതിന് ശേഷം സംസ്ഥാന ഗവൺമെന്റ് ശുപാർശ ചെയ്ത് കേന്ദ്രത്തിലെത്തി പാർലമെന്റ് അത് അംഗീകരിച്ചതിന് ശേഷം രാഷ്ട്രപതിയുടെ മുൻപാകെ ചെന്ന് നോട്ടിഫൈ ചെയ്യുക, വിജ്ഞാപനം ചെയ്യുക. അങ്ങനെ ഒരു സമുദായത്തിന് പട്ടികജാതി ലിസ്റ്റിൽ പ്രവേശിക്കാൻ കഴിയുകയുള്ളൂ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇപ്പൊ നമ്മുടെ ജാതി സർട്ടിഫിക്കറ്റ് വാങ്ങാറുണ്ട്. ഇപ്പൊ ജാതി സർട്ടിഫിക്കറ്റിന്റെ സാധുതാ കാലാവധി ഇപ്പൊ കൂട്ടിയിട്ടുണ്ട്. നമുക്ക് സൗകര്യമാണെന്നാണ് നമ്മൾ പറയുന്നത്. ഇത് ദീർഘകാലമായി കേരളത്തിലെ റവന്യൂ ഉദ്യോഗസ്ഥന്മാർ ഉയർത്തിക്കൊണ്ടിരുന്ന ഒരു ആവശ്യമാണ്. അവരുടെ ജോലിഭാരം ലഘൂകരിക്കുന്നതിന് വേണ്ടി പട്ടികജാതി വിഭാഗങ്ങളുടെ ജാതി സർട്ടിഫിക്കറ്റിന്റെ സാധുത കാലയളവ് കൂട്ടണം. നേരത്തെ 6 മാസം ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ രാജ്യത്തെ ഭരണഘടന അനുസരിച്ച് പ്രായപൂർത്തിയായ ഒരു പൗരന് ഏത് സമയത്തും അദ്ദേഹത്തിന്റെ വിശ്വാസവും ആചാരവും ഒക്കെ മാറ്റാൻ പറ്റും. 6 മാസത്തിൽ ഒരിക്കൽ അയാൾ എങ്ങനെ ജീവിക്കുന്നു എന്ന് പരിശോധിക്കാനുള്ള ഒരു സാഹചര്യത്തെയാണ് ഇല്ലാതെയാക്കിയത്.
നിങ്ങളുടെ ഒരു വരുമാന സർട്ടിഫിക്കറ്റ് പോലെ, ഒരു റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റിനെ പോലെ ലഘൂകരിക്കാൻ കഴിയുന്നതാണോ പട്ടികജാതി സർട്ടിഫിക്കറ്റ്? ആ സർട്ടിഫിക്കറ്റിന് പറയുന്ന പേര് സോഷ്യൽ സ്റ്റാറ്റസ് ക്ലെയിം സർട്ടിഫിക്കറ്റ് എന്നാണ് പറയുന്നത്. രാഷ്ട്രപതി നോട്ടിഫൈ ചെയ്ത പട്ടികയിൽ ഉൾപ്പെടുന്ന ഒരാൾക്ക് ഭരണഘടനാനുസൃതമായി ലഭിക്കേണ്ടുന്ന കാര്യങ്ങൾക്ക് പദവി നിശ്ചയിച്ചു നൽകുന്ന സർട്ടിഫിക്കറ്റാണ്. അതുകൊണ്ടാണ് തഹസിൽദാരിൽ കുറയാത്ത ഒരാൾ ഒരു റവന്യൂ ഉദ്യോഗസ്ഥന് ആ സർട്ടിഫിക്കറ്റ് കൊടുക്കണം എന്ന് നിഷ്കർഷിച്ചിട്ടുള്ളത്. പക്ഷെ നിർഭാഗ്യം എന്ന് പറയട്ടെ, ഇപ്പൊ അതിന്റെ സാധുതാ കാലാവധി വർദ്ധിപ്പിച്ചു. അത് കിട്ടിക്കഴിഞ്ഞാൽ പണ്ട് പർപ്പസ് എഴുതിയാണ് തരുന്നത്, ഇന്ന സ്ഥലത്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ ഇന്ന കാര്യത്തിന് വേണ്ടി എന്ന് തന്നാൽ നമുക്കത് വേറൊരു കാര്യത്തിന് ഉപയോഗിക്കാൻ പറ്റില്ല. പക്ഷെ ഇപ്പൊ ഒരു ജനറൽ സർട്ടിഫിക്കറ്റ് പോലെ നമുക്ക് കിട്ടുകയാണ്. ഞാൻ സൂചിപ്പിച്ചത്, ഒരു സമുദായത്തിന് പട്ടികജാതി ലിസ്റ്റിൽ ഉൾപ്പെടണമെങ്കിൽ അതിന്റെ കടമകൾ അതാണ്. അവർക്ക് ആനുകൂല്യം പറ്റണമെങ്കിൽ കിട്ടുന്ന സർട്ടിഫിക്കറ്റിന്റെ പേരതാണ്, അതിന്റെ ഉദ്ദേശം അതാണ്. ആ പട്ടികജാതിയിൽപ്പെട്ട ഒരു സമുദായത്തിനെ ആ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയാൽ അതിൽ ഭേദഗതി വരുത്തണമെങ്കിൽ പാർലമെന്റിന് മാത്രമാണ് കഴിയുക. നിർഭാഗ്യം എന്ന് പറയട്ടെ, ഇപ്പൊ കോടതി പറഞ്ഞിരിക്കുന്നു സംസ്ഥാനത്തോട് ഉപവർഗീകരണം നടത്താൻ സംസ്ഥാനത്തിനോട് പറഞ്ഞിരിക്കുന്നു. സാമാന്യ യുക്തിക്ക് നിങ്ങളൊന്ന് ആലോചിച്ചൊരു തികച്ചും ഭരണഘടനാ വിരുദ്ധം. അവിടെയാണ് ജസ്റ്റിസ് ബേല എം ത്രിവേദി പറഞ്ഞു, ഇത് സംസ്ഥാനത്തിന്റെ അധികാരത്തിൽപ്പെടുന്ന കാര്യമല്ല, ഭരണഘടനയുടെ ബാഹ്യമായ കാര്യങ്ങളാണ് എന്ന് പറഞ്ഞു. പക്ഷെ 7 പേരടങ്ങുന്ന ഒരു ബെഞ്ചിൽ 6 പേരും അനുകൂലിച്ചപ്പോ ഭൂരിപക്ഷ വിധി പ്രകാരം അതിന്ന് നാടിന്റെ നിയമമായി മാറി. അപ്പൊ സാധാരണ സുപ്രീം കോടതി ഒരു വിധി പ്രസ്താവന നടത്തി കഴിഞ്ഞാൽ പുനഃപരിശോധന ഹർജികൾ ഉണ്ടാകും, വിശാല ബെഞ്ചിന് വിടും. ഇതൊക്കെ സാധാരണ നടപടിക്രമങ്ങളാണ്. ഈ വിധി പ്രസ്താവം ഉണ്ടായതിനു ശേഷം പുനഃപരിശോധനാ ഹർജികൾ, ഒരു കൂട്ടം പുനഃപരിശോധനാ ഹർജികൾ ഈ ജഡ്ജിമാരുടെ മുൻപാകെ വന്നു. അവരത് ഓപ്പൺ കോടതിയിൽ പോലും പരിഗണിച്ചില്ല. അവരുടെ ചേംബറിൽ പരിഗണിച്ചതിന് ശേഷം ആ പുനഃപരിശോധനാ ഹർജികളെ ആകെ നിരാകരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇനി ഇതിന് പുനഃപരിശോധനയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഓഗസ്റ്റ് 1 തീരുമാനം ലോ ഓഫ് ദി ലാൻഡാണ്, നമ്മുടെ രാജ്യത്തിന്റെ നിയമമാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സംസ്ഥാന കമ്മിറ്റി അംഗം, അവർക്ക് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ മിനിസ്റ്റീരിയൽ സ്റ്റാഫിലേക്ക് ഇന്റർവ്യൂവിന് ഒരു കോൾ ലെറ്റർ വന്നിരിക്കുന്നു. ആ കോൾ ലെറ്ററിൽ അവർ പ്രൊഡ്യൂസ് ചെയ്യേണ്ടുന്ന സർട്ടിഫിക്കറ്റുകളുടെ പട്ടികയിൽ ടിക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് താങ്കൾ മേൽത്തട്ട് പരിധിയിൽ ഉൾപ്പെടുന്നില്ല എന്ന സർട്ടിഫിക്കറ്റ് കൂടി പ്രൊഡ്യൂസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. കോടതി പറഞ്ഞതേ ഉള്ളൂ, ഉദ്യോഗസ്ഥരുടെ ടിക്ക് ചെയ്ത് തുടങ്ങി. നിങ്ങളൊന്ന് ആലോചിച്ചു, പിന്നോക്ക വിഭാഗങ്ങൾക്ക് കേരളത്തിൽ മേൽത്തട്ട് പരിധി 8 ലക്ഷം രൂപയാണ്. അതിനേക്കാൾ ചെറിയ പരിധിയായിരുന്നു. 1-ലധികം തവണ കേരളത്തിന്റെ നിയമസഭ പരിഗണിച്ചതിന് ശേഷമാണ് അത് കൂട്ടി 8 ലക്ഷമാക്കിയത്. മേൽത്തട്ട് പരിധി കേരളത്തിൽ നടപ്പിലായോ? പട്ടിക വിഭാഗങ്ങളുടെ മേൽത്തട്ട് പരിധി ഇത്രയാണെന്ന് സംസ്ഥാന ഗവൺമെന്റ് തീരുമാനിച്ചോ? ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഉദ്യോഗസ്ഥർ നടപടി ആരംഭിച്ചു കഴിഞ്ഞു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, മേൽത്തട്ട് പരിധി നമ്മുടെ കുടുംബത്തിൽ ഉദ്യോഗം ലഭിച്ച അതിന്റെ ആനുകൂല്യങ്ങൾ പറ്റുന്ന ആളുകളെ ആ തലമുറയ്ക്ക് ഇനി സംവരണം കൊടുക്കേണ്ടതില്ലെന്നാണ് തീരുമാനം. സമ്പത്തിന്റെ അടിസ്ഥാനത്തിൽ വിഭജിക്കുകയാണ്. പക്ഷെ ഈ സമ്പത്ത് നമുക്ക് സാമൂഹിക പദവി നേടിത്തരുന്നുണ്ടോ? പട്ടിക വിഭാഗത്തിൽപ്പെട്ട ഒരാൾ ഉന്നതമായ ജോലി സമ്പാദിക്കുകയോ അദ്ദേഹത്തിന് സാമ്പത്തികമായ ഭദ്രത ഉണ്ടാവുകയോ ചെയ്താൽ ഈ സമൂഹത്തിൽ ഇതര വിഭാഗങ്ങൾക്ക്, വരേണ്യ വിഭാഗങ്ങൾക്ക് ലഭിക്കുന്ന സാമൂഹിക പദവിയുണ്ടോ? അതുകൊണ്ടല്ലേ നമ്മുടെ ഉന്നതനായ ഒരു ഉദ്യോഗസ്ഥൻ രജിസ്ട്രേഷൻ IG ആയിട്ട് തിരുവനന്തപുരത്ത് വഞ്ചിയൂർ കോടതിയുടെ തൊട്ടടുത്ത് രജിസ്ട്രേഷൻ IG-യുടെ ഓഫീസിൽ ചെന്നപ്പോ നമ്മൾ കണ്ടില്ലേ? നിങ്ങളുടെ ഓർമ്മയിൽ നിന്ന് മറയാൻ സമയമായിട്ടില്ല. തലസ്ഥാന നഗരിയിൽ ശിലാകേന്ദ്രത്തിന് തൊട്ടു മുമ്പിലാണ് അദ്ദേഹത്തിന്റെ ഇരിപ്പിടത്തിൽ ചാണകവെള്ളം തളിച്ചത്, ശുദ്ധീകരിച്ചത്. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കേട്ടു, പാലക്കാട് ദുരഭിമാനക്കുല.
ഒരു ഉന്നത കുടുംബത്തിൽപ്പെട്ട ഒരു യുവതിയെ വിവാഹം കഴിച്ചതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ അമ്മാവനും അച്ഛനുമെല്ലാം ചേർന്ന് ആ യുവാവിനെ നിഷ്കരണം കൊന്നുകളഞ്ഞു. കോട്ടയത്തല്ലേ നമ്മുടെ കെവിൻ മരണപ്പെട്ടത്? കോട്ടയത്തല്ലേ? കഴിഞ്ഞ ദിവസങ്ങളിൽ നോർത്ത് പറവൂരിൽ ദേവഭാഷയെന്ന് നമ്മൾ പറയുന്നത് സംസ്കൃതമാണ്. ദേവഭാഷയിൽ പോസ്റ്റ് ഗ്രാജുവേഷനുള്ള, അതുപോലെ തന്നെ താന്ത്രിക വിദ്യ ശാസ്ത്രീയമായി അഭ്യസിച്ച് PSC നടത്തിയ എഴുത്തു പരീക്ഷയിലും പ്രാക്ടിക്കലിലും വിജയിച്ച മിടുമിടുക്കന്മാരായിട്ടുള്ള 36 ചെറുപ്പക്കാരെ വിവിധ ക്ഷേത്രങ്ങളിൽ കേരളത്തിൽ അബ്രാഹ്മണ ശാന്തിമാരായി പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. കേരളത്തിലെ പട്ടിക വിഭാഗങ്ങൾക്ക് കുറച്ച് അഹങ്കാരം ഉണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞു ശ്രീകോവിലിന് മുമ്പിൽ ചെന്ന് തൊഴുതു നിന്നവർ ഇന്ന് ശ്രീകോവിലിനുള്ളിൽ പ്രവേശിച്ച് ആവണിപ്പലകയിലിരുന്ന് വേദമന്ത്രങ്ങൾ ഉരുവിടുകയാണ്. ഞങ്ങൾ പൗരോഹിത്യത്തിന്റെ പൂണൂലണിഞ്ഞിരിക്കുന്നു എന്ന് അഹങ്കരിച്ചവരാണ് നമ്മൾ. പക്ഷെ കേരളത്തിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ അവർക്ക് പോസ്റ്റിംഗ് ഇല്ല. അവർ പൂജ നടത്തുന്ന ശ്രീകോവിലുകൾക്ക് മുമ്പിൽ ഇന്ന് വിശ്വാസികളില്ല. അവർക്ക് ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കാൻ കഴിയാത്ത സാഹചര്യം ഞാനിവിടെ സംസാരിച്ചു തുടങ്ങിയ ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് പറയുന്ന കേരളത്തിൽ നിലനിൽക്കുന്നു. ഇത് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ കാര്യം, സമ്പത്തിന്റെ പേരിൽ നമ്മളെ മാറ്റി നിർത്തുമ്പോ, ഉദ്യോഗം നേടിയതിന്റെ പേരിൽ, ആ കുടുംബത്തിന്റെ സാമ്പത്തികമായ അവസ്ഥയുടെ പേരിൽ മാറ്റി നിർത്തുമ്പോ ആ കുടുംബത്തിൽപ്പെട്ട ചെറുപ്പക്കാരന്റെ സ്ഥിതിയാണ് ഞാൻ പറയുന്നത്. ഉന്നത കുലത്തിൽപ്പെട്ടൊരു പെണ്ണിനെ വിവാഹം കഴിച്ചാൽ കൊന്നുകളയും. മിടുമിടുക്കനായ ചെറുപ്പക്കാരൻ എഴുത്തു പരീക്ഷയും കഴിഞ്ഞ് താന്ത്രിക വിദ്യയും അഭ്യസിച്ച് അവൻ അമ്പലത്തിൽ ചെന്നാൽ അവന് കയറാൻ പറ്റുന്നില്ല. ഉയർന്ന തൊഴിൽ കിട്ടിയാൽ അവന്റെ ഓഫീസിൽ ചെന്നാൽ ചാണകവെള്ളം കുടയുന്നു. നമുക്ക് സാമൂഹിക പദവിയുണ്ടോ? സാമൂഹിക പദവി ഇല്ലാത്ത ഒരു നാട്ടിൽ, വിവേചനം നിലനിൽക്കുന്ന ഒരു നാട്ടിൽ ഈ വിഭജനത്തിന് സമയമായിട്ടില്ല എന്നതാണ് നമ്മുടെ അഭിപ്രായം. ഈ വിവേചനങ്ങൾ ഇന്നും നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നു. എന്താണ് കോടതിയുടെ അഭിപ്രായം? എന്താണ്? കോടതി ഇന്ന് വിധി പ്രസ്താവന നടത്തിയല്ലോ. പുനഃപരിശോധന ഹർജികൾ പരിഗണിക്കുന്നില്ലല്ലോ. നമ്മൾ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ എന്നാണ് നമ്മൾ അവകാശപ്പെടുന്നത്. നമ്മുടെ ജനാധിപത്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നെടുന്തൂണാണല്ലോ ലെജിസ്ലേച്ചർ, നിയമനിർമ്മാണ സഭ. 2, ആ നിയമിക്കുന്ന നിയമങ്ങൾ, നമ്മുടെ നിയമസഭകൾ, പാർലമെന്റ് നിർമ്മിക്കുന്ന നിയമങ്ങൾ വ്യാഖ്യാനിക്കുക എന്ന് പറയുന്ന ജോലി മാത്രമേ ജുഡീഷ്യറിക്കുള്ളൂ. പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? ആ ലെജിസ്ലേച്ചറിന് മുകളിൽ ജുഡീഷ്യറി ഇടപെടുകയാണ്. ഒരു ജുഡീഷ്യൽ ആക്ടിവിസം നമ്മുടെ രാജ്യത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇതിനെ ആര് തളയ്ക്കും? ഇതിനെ ആര് നിയന്ത്രിക്കും? ഭരണഘടനാ വിരുദ്ധമായ ഒരു നടപടി ഉണ്ടായിരിക്കുന്നു. ഉടനെ കേന്ദ്രമന്ത്രിസഭയിൽ ഇന്ന് കേന്ദ്രം ഭരിക്കുന്ന NDA ഗവൺമെന്റിലെ 2 ഘടകകക്ഷികൾ, അതിലൊന്ന് JDU ആണ്, നിതീഷ് കുമാറിന്റെ ബീഹാറിൽ നിന്നുള്ള നിതീഷ് കുമാറിന്റെ JDU ആണ്. മറ്റൊന്ന് രാംവിലാസ് പാസ്വാന്റെ LJP ആണ്. രാംവിലാസ് പാസ്വാൻ മരണപ്പെട്ടു. അദ്ദേഹത്തിന്റെ മകൻ ചിറാഗ് പാസ്വാൻ ഇന്ന് കേന്ദ്ര മന്ത്രിസഭയിലുണ്ട്. അവർ 2 പേരും പറഞ്ഞു ഇത് ഭരണഘടനാ വിരുദ്ധമാണ്, കേന്ദ്രം ഈ കാര്യത്തിൽ ഇടപെടണം, ഇതിനെ മറികടക്കാൻ നിയമനിർമ്മാണം വേണം എന്നാവശ്യപ്പെട്ടു. കേന്ദ്രം എന്താണ് ചെയ്തത്? കേന്ദ്രം പെട്ടെന്ന് ക്യാബിനറ്റ് കൂടി. ക്യാബിനറ്റ് ചേർന്നതിന് ശേഷം പറഞ്ഞു ഇത് നടപ്പിലാക്കേണ്ടതില്ല എന്ന് കേന്ദ്രം പറഞ്ഞു. ഒരു ക്യാബിനറ്റ് ഡിസിഷനിൽ മറികടക്കാൻ കഴിയുന്നതാണോ ഒരു കോടതിയുടെ നിയമം? പുനഃപരിശോധന പോലുമില്ല എന്ന് പ്രഖ്യാപിച്ച് സ്ഥിരീകരിച്ച ഒരു നിയമത്തെ മറികടക്കാൻ കേന്ദ്ര മന്ത്രിസഭാ തീരുമാനം മാത്രം മതിയോ? പോരാ. കേന്ദ്രം നിയമം നിർമ്മിക്കണം. നിയമം നിർമ്മിച്ചെങ്കിൽ മാത്രമേ ഈ പ്രതിസന്ധിയെ നമുക്ക് മറികടക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് കേന്ദ്രത്തിന്റെ പ്രതിനിധി താമസിക്കുന്ന, ഗവർണർ താമസിക്കുന്ന ഈ രാജ്ഭവന് മുമ്പിലേക്ക് നമ്മൾ വന്ന് നമ്മുടെ ഈ പ്രതിഷേധവും നമ്മുടെ ഈ ആശങ്കയും നമ്മുടെ ഈ അഭിപ്രായവും രേഖപ്പെടുത്തുന്നത്. ഇന്നിപ്പോ ഈ തിരക്കുകളാണ്. ഏറ്റവും അടുത്ത ദിവസം നമ്മുടെ ഒരു ഡെലിഗേഷൻ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ഗവർണറെ കാണും.
ഞങ്ങൾ സമഗ്രമായ ഒരു റെപ്രസെന്റേഷൻ കേന്ദ്രത്തിന് സമർപ്പിക്കുന്നതിന് വേണ്ടി കേരള ഗവർണർക്ക് കൊടുക്കും. ഇനി നമ്മുടെ സമരം കേരളത്തിലില്ല. നമ്മളിനി സമരമുഖത്തെ രാജ്യതലസ്ഥാനത്തേക്ക് മാറ്റണമെങ്കിൽ രാജ്യതലസ്ഥാനത്തേക്ക് സമരത്തിന് തയ്യാറാകണമെന്നാണ് എനിക്ക് സഹോദരങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. നമ്മുടെ അഭിപ്രായം കേന്ദ്രത്തിൽ നമ്മൾ എത്തിക്കേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയെ കാണേണ്ടി വന്നാൽ കാണണം, ഓപ്പോസിഷൻ ലീഡറെ കാണണം. ഇതിൽ തീരുമാനമെടുക്കേണ്ടുന്ന നിയമനിർമ്മാണ സഭയിലെ ജനപ്രതിനിധികളെ നിയന്ത്രിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ സാന്നിധ്യത്തെ കാണണം. അങ്ങനെയെങ്കിൽ നമ്മുടെ അടുത്ത സ്റ്റെപ്പ് നമ്മൾ അതിലേക്ക് നീങ്ങും. പ്രത്യക്ഷമായ പ്രക്ഷോഭം വേണ്ടി വന്നാൽ ട്രെയിനുകളിൽ ബോഗികൾ നിറച്ച് നമുക്ക് ഡൽഹിയിലേക്ക് പോകേണ്ടി വരും. അതിനും നിങ്ങൾ തയ്യാറെടുക്കണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. കേരളത്തിലെ ഗവൺമെന്റിനെ സംബന്ധിച്ച് ഇപ്പൊ കോടതി പറഞ്ഞു, സംസ്ഥാന ഗവൺമെന്റ് ഒന്നും മിണ്ടുന്നില്ല. ഈ കാര്യത്തിൽ കേരളം നിലപാട് സ്വീകരിക്കുമോ ഇല്ലയോ നമുക്കറിയില്ല. കേരളം ഒന്നും മിണ്ടുന്നില്ല. പക്ഷെ എന്നാൽ നമുക്ക് മുൻപാകെ ചില മാതൃകകളുണ്ട്. നിങ്ങൾ പത്രങ്ങളിൽ കണ്ടു കാണും, ഹരിയാനയിലെ ഗവൺമെന്റ്, ഹരിയാന ഗവൺമെന്റ് ഇപ്പൊ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പുതിയ ഗവൺമെന്റാണ് വന്നത്. പക്ഷെ പഴയ ഗവൺമെന്റിന്റെ തുടർച്ചയാണ്. അവരെന്ത് ചെയ്തെന്നറിയാമോ? ഹരിയാനയിലെ ഗവൺമെന്റ് ഒരു കമ്മീഷനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അത് കോടതി വിധി വരുന്നതിന് മുൻപ് ചെയ്തതാണ്. ആ കമ്മീഷൻ പഠനം നടത്തിയപ്പോ 36 അതിപിന്നോക്ക സമുദായങ്ങൾ ഹരിയാനയിലുണ്ട് എന്ന് കമ്മീഷൻ കണ്ടെത്തി. ആ കമ്മീഷൻ 36 അതിപിന്നോക്ക സമുദായങ്ങളുണ്ട് എന്ന് കണ്ടെത്തി നിൽക്കുന്ന സമയത്താണ് ഇപ്പൊ തെരഞ്ഞെടുപ്പ് വന്നത്. ആ തെരഞ്ഞെടുപ്പിൽ പുതിയ ഗവൺമെന്റ് വന്നു ഹരിയാനയിൽ. അപ്പോഴാണ് ഓഗസ്റ്റ് 1 വിധി പ്രസ്താവം വരുന്നത്. ഹരിയാന ഗവൺമെന്റ് ചെയ്തതെന്താണെന്ന് അറിയാമോ? ആ 36 അതിപിന്നോക്ക സമുദായങ്ങൾക്ക് 10% അഡീഷണൽ സംവരണം കൊടുത്തവരെ ഉയർത്താൻ വേണ്ടി തീരുമാനിച്ചു. കിട്ടിക്കൊണ്ടിരുന്നത് മാത്രമല്ല, 10% അഡീഷണൽ സംവരണം കൂടി കിട്ടി. കേരളത്തിൽ നമ്മുടെ സംവരണം എത്രയാണ്? നമ്മുടെ 10%. 8% പട്ടികജാതിക്കാർക്ക്. അനുഭവിക്കുന്നത് 54 ജാതികളാണ്. ജനസംഖ്യാ കണക്കെടുപ്പ് നടന്നിട്ടില്ല. 2011 ദശവാർഷിക ജനസംഖ്യാ കണക്കെടുപ്പ് നടക്കുന്ന രാജ്യങ്ങളിൽ പ്രധാനപ്പെട്ട രാജ്യമാണ് ഇന്ത്യ. നിർഭാഗ്യം എന്ന് പറയട്ടെ, 2011 കഴിഞ്ഞു. ഇപ്പൊ 2021 നടക്കേണ്ടിയിരുന്നതാണ്. കോവിഡ് കാരണം മാറ്റി ആദ്യം. ഇപ്പൊ 9 തവണ നമ്മുടെ ജനസംഖ്യാ കണക്കെടുപ്പ് മാറ്റി നമ്മുടെ രാജ്യത്ത്. എന്നിട്ട് കേന്ദ്രം പറഞ്ഞു സംസ്ഥാനങ്ങൾക്ക് നടത്താമെന്ന് പറഞ്ഞു. അപ്പോഴാണ് നമ്മളൊരു കാര്യം പറഞ്ഞു, ജാതി സെൻസസിന്റെ ആവശ്യം ഉന്നയിച്ചു. ഇപ്പൊ ഇന്നലെ സുപ്രീം കോടതിയുടെ BS ഗവായി അധ്യക്ഷനായിട്ടുള്ള ബെഞ്ച് കേരളത്തോട് ചോദിച്ചിട്ടുണ്ട്, എന്തേ നിങ്ങൾ ജാതി സർവേ നടത്തുന്നില്ല എന്ന് കേരളത്തോട് ചോദിച്ചിട്ടുണ്ട്. സുപ്രീം കോടതി ഇന്നലെ ചോദിച്ചിട്ടുണ്ട്. അധികാരത്തിന്റെയും വിഭവങ്ങളുടെയും നീതിയുക്തമായ വിതരണം നടന്നിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ ജനവിഭാഗങ്ങളുടെ സാമൂഹിക സാമ്പത്തിക പരിസരങ്ങളെ സംബന്ധിച്ച് സമഗ്രമായി വിവരങ്ങൾ ശേഖരിക്കുന്ന ജാതി സെൻസസ് നടക്കണം. ജാതി സെൻസസ് നടന്നെങ്കിൽ മാത്രമേ ആരുടെ കയ്യിലാണ് ഈ നാടിന്റെ അധികാരം, ആരുടെ കയ്യിലാണ് ഈ നാടിന്റെ വിഭവങ്ങൾ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. നമ്മുടെ രാജ്യത്തെ 20% ആളുകൾ ഈ നാടിന്റെ 80% അധികാരങ്ങളും വിഭവങ്ങളും കൈയടക്കി വെച്ചിരിക്കുകയാണ്. നമ്മൾ പറയുന്നു ജാതി സെൻസസ് നടപ്പിലാക്കാൻ പറയുന്നു. അത് നടന്നാൽ ഈ സമൂഹത്തിലെ അധികാര കേന്ദ്രങ്ങളെ നിയന്ത്രിക്കുന്ന, വിഭവങ്ങൾ കൈയടക്കി വെച്ചിരിക്കുന്ന സമൂഹത്തിനെ അസ്വസ്ഥമാക്കുന്ന കണക്കുകൾ പുറത്തു വരും എന്നറിവുള്ളത് കൊണ്ട് ഗവൺമെന്റുകൾ ജാതി സെൻസസ് നടത്താൻ തയ്യാറാകുന്നില്ല. കേരളത്തിലെ ഗവൺമെന്റിനോട് പറഞ്ഞപ്പോൾ കേരളത്തിലെ ഗവൺമെന്റ് പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? ദേശീയ പശ്ചാത്തലത്തിൽ കേരളത്തിൽ ജാതി സെൻസസ് നടത്തിയാൽ അത് പരിശോധിക്കാൻ പ്രയാസമാണെന്ന്. ദേശീയ പശ്ചാത്തലത്തിൽ കേരളം മാത്രം സെൻസസ് നടത്തിയാൽ അത് പരിശോധിക്കുന്നതിന് ബുദ്ധിമുട്ടാണ്. കേരളം നടപ്പിലാക്കാൻ ശ്രമിച്ചില്ല. നമ്മുടെ അതിര് പങ്കിടുന്ന സംസ്ഥാനങ്ങൾ, കർണാടക, അവരതിന് തയ്യാറാണ്. അവർ നടത്തി കഴിഞ്ഞു. അവരതിന് തയ്യാറാണ്. നമ്മുടെ അതിര് പങ്കിടുന്ന തമിഴ്നാട് നിയമസഭ റെസൊല്യൂഷൻ പാസാക്കി കേന്ദ്ര ഗവൺമെന്റിന് കൊടുത്തിരിക്കുന്നു. തെലങ്കാന അതിന് തയ്യാറായി നിൽക്കുന്നു. ഹിമാചൽ പ്രദേശ് അതിന് തയ്യാറായി നിൽക്കുന്നു. അതിര് പങ്കിടുന്ന സംസ്ഥാനങ്ങളിൽ അതൊക്കെ പ്രഖ്യാപിച്ച് സാമൂഹിക നീതിയുടെ പക്ഷം ചേരുമ്പോഴും
കേരളത്തിലെ ഗവൺമെന്റ് അതിന് തയ്യാറാകുന്നില്ല. അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം ജാതി സെൻസസ് തന്നെയാണ്. വിവരങ്ങൾ പുറത്തു വരട്ടെ. നമ്മളിപ്പോ മേൽത്തട്ടിന്റെ പേരിൽ മാറ്റുന്നുണ്ടല്ലോ. നിങ്ങളൊന്ന് ആലോചിച്ച്, സംസ്ഥാന ഗവൺമെന്റ് ചുരുക്കം ദിവസങ്ങൾക്ക് മുൻപ് നിങ്ങൾ പത്രങ്ങളിൽ വായിച്ചതാണ്, സ്പെഷ്യൽ റിക്രൂട്ട്മെന്റിൽ സംസ്ഥാന ഗവൺമെന്റ് ചില ഭേദഗതികൾ വരുത്തിയിരിക്കുന്നു. എന്താണ് ഭേദഗതി? ഒരു പ്രധാനപ്പെട്ട തസ്തികയിലേക്ക് വിജ്ഞാപനം ചെയ്യപ്പെട്ടാൽ മതിയായ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ ഇല്ലെങ്കിൽ 2 തവണ വിജ്ഞാപനം ഇറക്കും. 2 തവണ നോട്ടിഫൈ ചെയ്യുമ്പോഴും കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള കാൻഡിഡേറ്റ് ഇല്ല എങ്കിൽ അത് ജനറൽ വിഭാഗത്തിന് കൊടുക്കും. പിന്നെ നിങ്ങളുടെ സമൂഹത്തിൽ നിന്ന് എപ്പോഴാണോ മതിയായ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥി ഉണ്ടാകുന്നത്, അപ്പോൾ നിങ്ങൾക്ക് സമാനമായ തസ്തികയിൽ നിങ്ങൾക്ക് ജോലി തരും എന്നാണ് ഗവൺമെന്റ് പറയുന്നത്. അപ്പൊ സർക്കാരിനോട് ചോദിച്ചു, മുൻപിങ്ങനെ ആയിരുന്നില്ലല്ലോ. നിങ്ങൾ വിജ്ഞാപനം ചെയ്യപ്പെട്ടാൽ മതിയായ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥി ഇല്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? നടപടിക്രമങ്ങൾ ലഘൂകരിക്കും, യോഗ്യതയിൽ ഇളവ് വരുത്തും. എന്തിനു വേണ്ടിയാണ്? ആ സമുദായത്തിന്റെ പ്രാതിനിധ്യം അധികാര ശ്രേണിയിൽ പ്രതിഫലിപ്പിക്കുന്നതിന് വേണ്ടി ഭരണഘടനാനുസൃതമായി അത് ചെയ്യുമായിരുന്നു. പക്ഷെ ഗവൺമെന്റ് പറഞ്ഞെന്താണെന്നറിയോ? നടപടിക്രമങ്ങൾ സങ്കീർണമാണ് എന്ന് പറഞ്ഞാൽ തൊഴിൽ ലഭിച്ച ഒരു കുടുംബത്തെ സംവരണത്തിൽ നിന്ന് അടർത്തി മാറ്റാൻ വ്യഗ്രത കാണിക്കുന്ന ഗവൺമെന്റിന് ഈ വിഭാഗങ്ങളുടെ പ്രാതിനിധ്യം ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യത്തിൽ നടപടിക്രമം സങ്കീർണമാണെന്ന് പറഞ്ഞാൽ ഇരട്ടത്താപ്പാണത്. ആ ഗവൺമെന്റിന്റെ കണ്ണു തുറപ്പിക്കാൻ, കാത് കേൾപ്പിക്കാൻ നമുക്കിത്തരം പ്രക്ഷോഭങ്ങൾ കൊണ്ട് മാത്രമേ കഴിയൂ. കേന്ദ്രത്തിന്റെ ഭരണത്തിൽ നിങ്ങൾ ഈ അടുത്ത കാലത്ത് വായിച്ചതാണ്, 45 ഉന്നത ഉദ്യോഗസ്ഥർ കേന്ദ്ര ഭരണത്തിന്റെ സ്ഥിരാകേന്ദ്രത്തിൽ ജോയിന്റ് സെക്രട്ടറിമാർ, ഡയറക്ടർമാർ, ഡെപ്യൂട്ടി ഡയറക്ടർമാർ, ലാറ്ററൽ എൻട്രി എന്ന് പറഞ്ഞ് നിങ്ങൾ വായിച്ചു. ഡയറക്ട് നിയമനം കൊടുക്കുകയാണ് കരാർ വ്യവസ്ഥയിൽ. റാങ്ക് ഏതാണ്? ജോയിന്റ് സെക്രട്ടറി, ഡയറക്ടർ, ഡെപ്യൂട്ടി ഡയറക്ടർ തസ്തികയിലേക്ക് കരാർ വ്യവസ്ഥയിൽ എടുക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റ്. പാർലമെന്റിൽ വലിയ പ്രശ്നമുണ്ടായി. അവസാനം പ്രധാനമന്ത്രി ഇടപെട്ട് UPSCയെ കൊണ്ട് ആ വിജ്ഞാപനം വിഡ്രോ ചെയ്യിപ്പിച്ചു. ഞാൻ പറയുന്നത് കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും പട്ടികജാതിക്കാരുടെ തൊഴിലിന്റെ പേരിൽ കാണിക്കുന്ന ഇരട്ടത്താപ്പാണത്. പക്ഷെ തൊഴിൽ ലഭിച്ചു കഴിഞ്ഞാൽ അവനെ സാമ്പത്തിക അടിത്തറയുടെ പേരിൽ മേൽത്തട്ട് പരിധിയിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന് തന്നെ അടർത്തി മാറ്റാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഞാൻ സൂചിപ്പിക്കുന്ന ഒരു കാര്യം, ഈ പ്രക്ഷോഭം നമ്മൾ നടത്തുമ്പോ ഇന്ത്യയിലെ പട്ടികജാതി വിഭാഗങ്ങളുടെ ഇടയിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ അരക്ഷിതാവസ്ഥ, ഞങ്ങൾ സാഹോദര്യത്തോടുകൂടി കഴിഞ്ഞ ജനതയെ ഇങ്ങനെ സ്പർദ്ധയിലേക്ക്, പരസ്പരം കലഹത്തിലേക്ക് നയിക്കുന്ന ഈ സാഹചര്യത്തിൽ നിന്ന് ഈ ജനവിഭാഗങ്ങളെ മോചിപ്പിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് നിയമം പാസ്സാക്കണം. മറ്റൊന്ന്, സംസ്ഥാന ഗവൺമെന്റിനോടാണ് പറഞ്ഞിരിക്കുന്നത് ഇത് നടപ്പിലാക്കാൻ. ഭരണഘടനാനുസൃതമായി സംസ്ഥാന ഗവൺമെന്റിന് അതിന് അധികാരമില്ല. അധികാരമില്ലാത്ത കാര്യത്തിൽ സംസ്ഥാന ഗവൺമെന്റ് വ്യഗ്രതയോടുകൂടി നടപടികളിലേക്ക് പോകരുത്. അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെന്റ് ഇപ്പൊ ഹരിയാനയൊക്കെ ചെയ്തതുപോലെ 54 സമുദായങ്ങൾ 8% സംവരണം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. 2011 ജനസംഖ്യ കണക്കനുസരിച്ച് നമ്മുടെ ജനസംഖ്യ 30,39,000 വരും. എന്ന് പറഞ്ഞാൽ കേരളത്തിലെ പട്ടികജാതി ജനസംഖ്യ 9.10 നമ്മൾ അനുഭവിക്കുന്ന സംവരണം എത്രയാണ്? 8%. 1.1% നമുക്ക് കുറവാണിപ്പോ. പട്ടികവർഗ വിഭാഗങ്ങളെ സംബന്ധിച്ച് 4,84,000 അവരുടെ കണക്ക് 2011 സെൻസസ് അനുസരിച്ച്. എന്ന് പറഞ്ഞാൽ അവരുടെ സംവരണം എന്ന് പറയുന്നത് 2%. പക്ഷെ അവരുടെ ടോട്ടൽ ജനസംഖ്യ എന്ന് പറയുന്നത് 1.45% ഉള്ളൂ. എന്ന് പറഞ്ഞാൽ സംവരണം അനുഭവിക്കാനുള്ള ജനതയില്ല ഇവിടെ. ഇപ്പൊ ഗവൺമെന്റ് എന്താണ് ചെയ്യേണ്ടുന്നത്? അവരെ വളർത്തിക്കൊണ്ട്, ഇപ്പൊ തലസ്ഥാന നഗരിൽ രജിസ്ട്രേഷൻ ഐജിയുടെ കസേരയിലിരിക്കുന്ന ഒരു IAS കാരിയുണ്ട്, ശ്രീധന്യ IAS ഉണ്ട്. ഈ പറയുന്ന പട്ടികവർഗ വിഭാഗത്തിൽ നിന്ന് ഒരു ശ്രീധന്യല്ലേ ഉണ്ടായുള്ളൂ. നമ്മൾ ഇരിക്കുന്നതിന്റെ ഒരു വെളിപ്പാടകലെ മണ്ണന്തലയിൽ ഒരു IAS കോച്ചിങ് സെന്റർ ഉണ്ടായിരുന്നു പട്ടികജാതിക്കാരുടെ. വിപുലമായ ക്യാമ്പസ്, ഹോസ്റ്റൽ, നല്ല ക്ലാസ് മുറികൾ, നല്ല ലൈബ്രറി,
പക്ഷെ നോക്കി നടത്താൻ ഏൽപ്പിച്ച ചില ഉദ്യോഗസ്ഥർ അവരുടെ അനാസ്ഥ കാരണം അതുണ്ടായ നാളിതുവരെയും ഒരു IAS കാരും അവിടെ ഒന്നും ഉണ്ടായില്ല. ആക്ഷേപങ്ങൾ ഉയർന്നു വന്നു. ഗവൺമെന്റ് എന്ത് ചെയ്തു? ആ IAS അക്കാഡമി തന്നെ ക്ലോസ് ചെയ്തു. ഇപ്പൊ ഇല്ല. ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പൊ ചെറുപ്പക്കാർ ഇപ്പൊ പല IAS കാരും ഉണ്ടല്ലോ. നമുക്ക് IAS കാർക്ക് ഇപ്പൊ വാട്സാപ്പ് ഗ്രൂപ്പ്, എന്താ ഹിന്ദു മല്ലു ഗ്രൂപ്പ്, അല്ലാത്ത ഗ്രൂപ്പ്, എന്തെല്ലാമാണ് നമ്മൾ കേൾക്കുന്നത്. എത്രയോ കളക്ടർമാരെ കുറിച്ച് കേൾക്കുന്നു. ഇപ്പൊ അതൊരു ക്രൈസ് ആണ്. ഇപ്പൊ ചെറുപ്പക്കാരെ സംബന്ധിച്ച് ഇപ്പൊ IAS പദവിയിൽ വരുന്നവർ എല്ലാം ചെറുപ്പക്കാരാണ്. നിങ്ങൾ ഈ തലസ്ഥാന നഗരിയിൽ ഒന്ന് കറങ്ങി നോക്കിയാൽ തട്ടുകടകളേക്കാൾ കൂടുതൽ IAS കോച്ചിങ് സെന്ററുകളാണ് ഈ തലസ്ഥാന നഗരിയുടെ. നിങ്ങളൊന്ന് വെറുതെ നടന്നു നോക്കിയാൽ മതി. IAS കോച്ചിങ് സെന്ററുകളാണ്. നമ്മളിപ്പോ ഇവിടെ നിൽക്കുന്ന ഈ രാജ്ഭവന് ബാക്കിലേക്ക് നടന്നാൽ നമുക്ക് കാണാൻ പറ്റും. അവിടെ പറഞ്ഞുകൊണ്ട് അവർക്കാണ് കഴിഞ്ഞ പ്രാവശ്യം കൂടുതൽ റാങ്കുകൾ കിട്ടിയ ഫോർച്യൂൺ എന്ന് പറയുന്ന IAS അക്കാഡമി. എത്രയോ IAS അക്കാഡമികൾ ഈ സിറ്റിയിൽ തന്നെയുണ്ട്. നമ്മുടെ ഇടയിൽ നിന്ന് IAS ഉണ്ടാകുന്നുണ്ടോ? നമുക്ക് കുട്ടികളെ എങ്ങനെ രൂപപ്പെടുത്താൻ കഴിയുന്നുണ്ടോ? ഗവൺമെന്റ് നമ്മളെ എങ്ങനെ പാകപ്പെടുത്തുന്നുണ്ടോ? നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ അവന്റെ സർവീസ് ജീവിതത്തിൽ സായാഹ്നത്തിലെത്തുമ്പോ കൺഫർ ചെയ്ത് കിട്ടുന്ന ഒരു IASനപ്പുറത്തേക്ക് കേരളത്തിൽ IASകാരെ സൃഷ്ടിക്കാൻ, ഈ സമൂഹത്തിനെ എങ്ങനെ മോൾഡ് ചെയ്യാൻ ഗവൺമെന്റുകളുടെ നിലപാടുകളുണ്ടോ? അതിനുവേണ്ടി ഭൗതിക സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ? ഗവൺമെന്റുകൾ ഇതല്ലേ ചെയ്യേണ്ടത്. അതുകൊണ്ട് നമ്മൾ കേരള ഗവൺമെന്റിനോട് പറയാനുള്ളത്, ഹരിയാനയുടെ മാതൃക കേരളത്തിനും സ്വീകരിക്കാം. മോസ്റ്റ് ബാക്ക്വേർഡ് ആയിട്ടുള്ള സമുദായങ്ങളെ കണ്ടെത്തി അവർക്ക് പ്രത്യേക പരിരക്ഷ ഏർപ്പെടുത്താം, പാക്കേജുകൾ ഉണ്ടാക്കാം. പക്ഷെ ഒരു മണിപ്പൂരാക്കാൻ, കേരളത്തെ ഒരു മണിപ്പൂരാക്കാൻ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിക്കുന്നതാണ് നമ്മുടെ പ്രക്ഷോഭം. അത് നമ്മൾ അനുവദിക്കില്ല. കേരളത്തിലെ പട്ടിക വിഭാഗങ്ങളെ സംബന്ധിച്ച് പറഞ്ഞല്ലോ, അയ്യങ്കാളി സഞ്ചരിച്ചത് നമ്മളെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. ആ മനുഷ്യന്റെ അനശ്വര നിശബ്ദത നമ്മളോടൊപ്പം ഉണ്ട്. അരയിൽ കെട്ടിയ തുണി തലയിൽ കെട്ടി വിലക്കപ്പെട്ട വീതിയിലൂടെ ആഢ്യത്വത്തിന്റെ അടയാളമായ വില്ലുവണ്ടി നയിച്ച ആ മനുഷ്യൻ തുടങ്ങി വെച്ച പ്രക്ഷോഭത്തിന് ആധുനിക കാലത്തും പ്രസക്തിയുണ്ട് എന്നാണ് നമ്മുടെ മുമ്പിൽ അനുഭവങ്ങൾ തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ പുതിയ പോരാട്ടങ്ങളിൽ ഒരു കീഴടങ്ങലിന് ഞങ്ങൾ തയ്യാറല്ല എന്ന് പ്രഖ്യാപിക്കുന്നതാണ് ഈ പ്രക്ഷോഭം. അതുകൊണ്ടാണ് ഈ പ്രക്ഷോഭത്തിന്റെ ചൂടും ചൂരും തലസ്ഥാന ജില്ലയിൽ ഉയർത്തി തീരുമാനമെടുക്കേണ്ടുന്ന 2 അധികാര കേന്ദ്രങ്ങളെയും കോർത്തിണക്കി കേരളത്തിലെ ലക്ഷക്കണക്കായ പട്ടികജാതി പട്ടികവർഗ ജനതയുടെ വികാരങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ട് പക്വതയുള്ള തീരുമാനത്തിലേക്ക് സംയമനത്തോടുകൂടി ഈ പ്രശ്നത്തെ കാണാൻ ഓഗസ്റ്റ് 1 സുപ്രീം കോടതി പുറപ്പെടുവിച്ച ഭരണഘടനാ വിരുദ്ധമായ പട്ടിക വിഭാഗങ്ങളെ ഉപജാതികളായി തിരിച്ച് സാമ്പത്തിക തട്ടുകൾ ഉണ്ടാക്കി പരസ്പരം കലഹിച്ച് ഭിന്നിപ്പിച്ച് ഭരണഘടനാപരമായ സംരക്ഷണങ്ങൾ സംരക്ഷിക്കാൻ ഒരുമിച്ച് നിൽക്കുന്ന ഞങ്ങളെ ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചാൽ അത് അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിക്കുന്നതാണ് ഈ മനുഷ്യാവകാശ ദിനത്തിൽ അനന്തപുരിയിൽ നമ്മൾ സംഘടിപ്പിച്ച ഈ പ്രക്ഷോഭത്തിലൂടെ നമ്മൾ ഉയർത്തുന്ന മുദ്രാവാക്യം. അതിനെ ഇന്ന് നിങ്ങൾ അതിരാവിലെ ഈ രാജ്ഭവന്റെ, ഒരുപക്ഷെ നമ്മൾ ഇന്ന് ഈ സമരം നടത്തുമ്പോൾ ഈ രാജവീഥികളിൽ 10,000-കണക്കിന് നമ്മുടെ സഹോദരങ്ങൾ അണിനിരന്നിട്ടുണ്ട്. സെക്രട്ടേറിയറ്റിൽ ഇതുപോലൊരു വലിയ യോഗമാണ്. പക്ഷെ ആദ്യം ഈ സമരമുഖത്തേക്ക് ഒഴുകിയെത്തിയത് രാജ്ഭവന് മുൻപിലുള്ള ഇവിടെ ഏൽപ്പിച്ചിട്ടുള്ള നമ്മുടെ സഹോദരങ്ങളാണ്. അതിന് നിങ്ങൾക്കൊരു ബിഗ് സല്യൂട്ട് ഉണ്ട്. കാരണം രാജ്ഭവന് മുമ്പിലെ സമരത്തിൽ അണിനിരക്കാൻ നിർദ്ദേശിച്ചവരാണ് ആദ്യം ഈ നഗരത്തിലേക്ക് എത്തിച്ചേർന്നത്. ഈ സമരത്തെ അങ്ങനെ പ്രോജ്വലമാക്കി മാറ്റിയ, ഈ സമരമുഖത്തേക്ക് ഒഴുകിയെത്തിയ, ഈ സമരത്തിൽ ഇപ്പോൾ പങ്കാളികളായിക്കൊണ്ടിരിക്കുന്ന പട്ടികജാതി വർഗ സംയുക്ത സമിതിയുടെ ഉജ്ജ്വലരായിട്ടുള്ള ഈ പ്രക്ഷോഭത്തിൽ ചൂടും ചൂരും നിങ്ങളുടെ വിശ്വാസങ്ങളും ചേർത്ത് വെച്ചുകൊണ്ട് ഈ സമരത്തെ ഉയർത്തിക്കൊണ്ടുവന്ന എല്ലാ സഹോദരങ്ങളെയും ദളിത് ആദിവാസി ദളിത് സംയുക്ത സമിതിയുടെ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി ഊഷ്മളമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സമരം, പ്രതിഷേധ സാഗരം എന്ന ഈ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം.